ഹേ വാട്ട്സ് അപ്പ് പീപ്പിൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് HTML-ഉം CSS-ഉം ആണ്. അപ്പോൾ ഈ HTML-ഉം CSS-ഉം എന്താണെന്ന് അറിയുന്നതിന് മുന്നേ എന്താണ് ഒരു വെബ്സൈറ്റിന്റെ ഫ്രണ്ട് എൻഡ്, അതല്ലെങ്കിൽ എന്താണ് ഒരു ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. അതായത് ഈ HTML-ഉം CSS-ഉം പൊതുവേ യൂസ് ചെയ്യുന്നത് ഈ ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ ഈ മൊബൈലിൽ ഉണ്ടാകുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാകുന്ന ആ ഡിസൈൻസ്, അതിന്റെ ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് HTML CSS യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഇതിന്റെ അഡ്വാൻസ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യും. ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് HTML-ഉം CSS-ഉം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. അപ്പൊ HTML-ഉം CSS എന്ന് പറയുന്നത് പൊതുവെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ HTML എന്താന്ന് പറയുകയാണെങ്കിൽ, HTML എന്ന് പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കാറ് ജസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടി ഇട്ടാന്ന് വെക്കുക. അതായത് പെയിന്റോ കാര്യങ്ങളോ ഒന്നും അടിക്കാതെ ഒരു സ്ട്രക്ചർ മാത്രമായിട്ട് ഒരു കാറ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെയാണ് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ ആ ഒരു സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയാ നമ്മൾ HTML എന്ന് പറയാം. CSS എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതെന്താവും, കാറിന് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കളറും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് ക്ലിയർ ആവും. അപ്പോൾ അതെന്ന് പറയുന്നതാണ് എന്ത് ഒരു CSS. ഈ HTML-ഉം CSS വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിന് CSS സ്റ്റൈലാണ് പൊതുവായിട്ട് ചെയ്യുന്നത്. HTML എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ച പോലെ HTML വെച്ചിട്ട് മാത്രം കോഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രൂപത്തിൽ വരും. CSS വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റൈലും കൂടിയും വരും. HTML സ്ട്രക്ചർ മാത്രമാണ്, CSS സ്റ്റൈലിംഗുമാണ്. Once again, welcome back to my channel. My name is Safwan. Let's start the video. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അവിടെ ഫസ്റ്റ് വരുന്ന ഇതിന് താഴെയായിട്ട് വരുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, വിഷ്വൽ സ്റ്റുഡിയോ കോഡിന്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ യുവർ കോഡ് എഡിറ്റർ ഈ ഡിഫൈൻ വിത്ത് AI ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. എന്നിട്ട് സേവ് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു കോഡ് എഡിറ്റർ വേണം എന്ത് ചെയ്യാൻ, നമ്മൾ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ പാരഗ്രാഫ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് .html എന്ന് കൊടുക്കുക. അതായത് .html ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഇതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് HTML. അപ്പൊ എന്തെങ്കിലും നെയിം കൊടുത്തിട്ട് അതിനോടൊപ്പം എന്ത് ചെയ്യുക, HTML എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് കോഡ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ പാരഗ്രാഫാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ ഒരു സോഫ്റ്റ്വെയറും കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്യാണ്, എന്താ വെച്ചാൽ ഒരു ലൈവ് സെർവർ എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ ലൈവ് സെർവർ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കോഡ് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് അതിന്റെ റിസൾട്ട് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ലൈവ് സെർവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ലൈവ് സെർവർ സെർച്ച് ചെയ്യുന്ന ശേഷം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കോഡ് ഓൺ ദ സ്പോട്ടിൽ, ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹായ് ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ ലൈവ് സെർവർ വെച്ചിട്ട് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഹായ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇനി എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, പിന്നെ നമ്മൾ എന്താണ് ഈ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു പാരഗ്രാഫ്, അതായത് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും ഇപ്പോൾ ലോറം ഇപ്സം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ടൈപ്പ് ചെയ്താലും എന്താണ് ഈ ഒരു പിന്നെ ഈ ഒരു ഇതിൽ വരും. പിന്നെ പാരഗ്രാഫിൻ്റെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ ലോറം ഇപ്സം ക്രിയേറ്റ് ചെയ്യാം. ഇനി അതല്ലാതെ പിന്നെ
എന്താണ് നിങ്ങൾക്ക് ഹെഡിങ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പാരഗ്രാഫ് ആണ് ഇതെന്ന് പറയുന്നത്. ഹെഡിങ്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ടാഗ് മാറ്റി കൊടുക്കുക, H1 എന്ന് കൊടുക്കുക. അപ്പോൾ ഈ H1, H2, H3, H4 ഇത് ഓരോ ഹെഡിങ്ങിനും ഓരോ ബോൾഡായിട്ട് വരുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുകയാണ്. ഇപ്പോൾ ചാനലിൻ്റെ പേര് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഇതിപ്പോൾ H1 ഞാൻ കൊടുത്തോണ്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ലൈവ് സെർവർ വെച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, സാഫ് ബൈനറീസ് വന്നു. ഇനി ഞാനിത് ജസ്റ്റ് എന്ത് ചെയ്യാണ്, പിന്നെ ഞാനിപ്പോൾ ഇത് H2 കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇതേ നെയിം തന്നെ H2 കൊടുക്കുകയാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാ കുറച്ച് അതിൻ്റെ ബോൾഡും പിന്നെ അതിൻ്റെ ലെങ്ത്തും കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ H2, H3, H4 അതായത് ആ ഒരു ലെങ്ത്ത് നമ്പർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നോക്കാം, നമ്മൾ H4 കൊടുക്കുകയാണ്, H3 കൊടുക്കുകയാണ്, H3 അതേപോലെ തന്നെ H4 അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു H1, H2, ഹെഡിങ് 1, ഹെഡിങ് 2, ഹെഡിങ് 3, ഹെഡിങ് 4. അപ്പോൾ അതാണ് ഈ ഒരു HTML ഈ ഒരു കാര്യം പറയുന്നത്. ഞാൻ അതേപോലെ തന്നെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ബട്ടൺ കൊടുക്കുക, ജസ്റ്റ് ബട്ടൺ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ബട്ടൺ ടൈപ്പ് ചെയ്താൽ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ എന്ത് നെയിമാണ് കൊടുക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആഡ് ബട്ടൺ കൊടുക്കണം. അപ്പോൾ ADD ആഡ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ നമ്മുടെ ആഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ ഇതിനൊക്കെ സ്റ്റൈൽ ചെയ്യുന്ന CSS വെച്ചിട്ടാണ്. അത് ഞാൻ എന്ത് ചെയ്യാം, പയ്യെ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇനി നമ്മളിപ്പോൾ എന്ത് ചെയ്ത് ബട്ടൺ പറഞ്ഞു. ഇനി HTML എന്തുണ്ട്, ആങ്കർ ടാഗ് എന്നൊരു ടാഗ് ഉണ്ട്, ടാഗ് ജസ്റ്റ് കൊടുക്കുകയാണ് നമ്മൾ. അപ്പോൾ അതിനായിട്ട് എന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് എൻ്റർ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒരു ഗൂഗിൾ കൊടുക്കുക. ഈ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്താൽ ഇത് പൊതുവെ ഒരു ഹൈപ്പർ ലിങ്ക് ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്താൽ വേറൊരു പേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ ലിങ്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഗൂഗിളിന് ഒരു ഹൈപ്പർ ലിങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ HEREFൽ നമ്മളൊരു ലിങ്ക് ഹൈപ്പർ ലിങ്ക് കൊടുക്കുകയാണ്. ഒരു ഗൂഗിളിൻ്റെ ലിങ്ക് കൊടുക്കാം, google.com. അപ്പോൾ ഇതിൽ ഈ ഒരു ഗൂഗിളിൻ്റെ ലിങ്ക് ഇത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കോപ്പി ചെയ്യുക, ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ലൈവ് സെർവറായിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ഗൂഗിൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, നേരെ ഗൂഗിൾക്ക് പോകും. അപ്പോൾ അതാണ് ഈ ഒരു ഇതിലെ ആങ്കർ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് LI ടാഗ്, ലിസ്റ്റ് ടാഗ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് LI കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ LI ടാഗ് വെച്ചിട്ട് ഹോം അതേപോലെ കുറേ ലിസ്റ്റ് ആക്കിയിട്ട് ഈ ടാഗിനകത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ലൈവ് സെർവർ വെച്ചിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ എന്താണ് UL ലിസ്റ്റ് ഉണ്ട്. UL ലിസ്റ്റ് എന്ന് പറയുമ്പോൾ UL ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലെയാണ്. അതായത് അൺഓർഡേർഡ് ലിസ്റ്റ് ആയിട്ടാണ് എന്താണ് UL ലിസ്റ്റ് പറയാം. പിന്നെ ഇപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ അങ്ങനെ, അതായത് ഇതൊക്കെ ഒരു ബേസിക് ടാഗാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് CSS എന്താണ്, എങ്ങനെ ഒരു സ്റ്റൈല് കാര്യങ്ങളൊക്കെ എങ്ങനെ ടെക്സ്റ്റിന് കൊടുക്കാം, പിന്നെ ഫൈനലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റും കൂടി ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ഒക്കെ ആയി
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.